അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന രണ്ട് വ്യക്തികൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമാ വർഹംഹുമാ. അള്ളാഹു ആ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തു നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർ രണ്ട് വ്യക്തികളാണ്. അതിൽ ഇസ്മായിൽ നിസാമി എന്ന് പറയുന്ന ആ ഉംറ ഗ്രൂപ്പിൻ്റെ അമീറായിട്ടുള്ള മനുഷ്യനും ഷീബ എന്ന് പറയുന്ന 42 വയസ്സുള്ള ഒരു സഹോദരിയുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആ ബസ്സിലുണ്ടായിരുന്നത് 50ഓളം ആളുകളാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ശരീരത്തിന് നല്ല രൂപത്തിൽ തന്നെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. റിയാദിൽ നിന്ന് 500 കിലോമീറ്റർ അകലെ ഹോത്ത ബനു തമീം എന്ന് പറയുന്ന സ്ഥലത്ത് മഹലൂമിയ റൂട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഈ ഒരു അപകടം നടക്കുന്നതിൻ്റെ മുമ്പ് ഇവരവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സുബഹിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സുബഹി നമസ്കരിച്ച് അവർ യാത്ര തുടങ്ങുമ്പോൾ ബ്രേക്കിന് തകരാറുള്ളത് അവർക്ക് മനസ്സിലാവുകയും അവരൊരു വർക്ക്ഷോപ്പിൽ കാണിക്കുകയും ചെയ്തു. പിന്നെ യാത്ര തുടരുന്നതിൻ്റെ ഇടക്കാണ് ബാക്കിലുള്ള 2 ടയർ ഒരുമിച്ച് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുന്നത്. ആ ഒരു ആഘാതത്തിൽ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ബസ്സിൻ്റെ നിയന്ത്രണം വിടുകയും വേറൊരു റൂട്ടിലേക്ക് ഇടിച്ച് കയറിയിട്ട് ബസ് മറിയുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ബസ്സിൻ്റെ മേൽഭാഗം വലിയ ഒരു പിളർപ്പ് സംഭവിക്കുകയും അതിലൂടെ ഈ 2 വ്യക്തികൾ ഇസ്മായിൽ നിസാമി എന്ന് പറയുന്ന മനുഷ്യനും അതേപോലെ തന്നെ ഷീബ എന്ന് പറയുന്ന ആ ഒരു സഹോദരിയും റൂട്ടിലേക്ക് തെറിച്ചു വീണു. ആ 2 വ്യക്തികൾ ആ ഒരു റൂട്ടിൽ വെച്ചിട്ട് തത്സമയം അവർ മരണപ്പെടുകയാണ്. ബാക്കിയുള്ള ആളുകൾ അവരിൽ ആദ്യം ഒരുപാട് ആളുകൾ ആ ഒരു വിടവിലൂടെ പുറത്ത് കടക്കുകയും ആ പുറത്ത് കടന്ന ആളുകൾ പിന്നെ ബാക്കിയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 വ്യക്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര സന്തോഷത്തോടു കൂടെയാകും ആ ഒരു വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും ആ ഒരു യാത്രക്ക് ഒരുങ്ങിയിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുത്ത് പോകണം, മക്കയിൽ പോകണം, മദീനയിൽ പോകണം, അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യണം, ഉംറ നിർവഹിക്കണം എന്നുള്ള ആഗ്രഹം, അതും പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ. ആ റമദാനിൽ അവിടെയുള്ള ആളുകൾ ജമാഅത്തായിട്ട് മദീനയിലൊക്കെ നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ കൊതി തോന്നുകയാണ്. അങ്ങനെയുള്ള ഒരു പറ്റം ആളുകൾ സഞ്ചരിച്ച ഒരു വാഹനമാണ് ഇന്നലെ ഉച്ചക്ക് 1:30 അപകടത്തിൽ പെടുന്നത്. അതിൽ 2 പേരും മലയാളികളായ 2 പേരും മരണത്തിന് കീഴടങ്ങി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ 50ഓളം ആളുകൾ സഞ്ചരിച്ച വാഹനമാണ്. ആ 50ഓളം ആളുകൾ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ആളുകളും മയക്കത്തിലായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. വയനാട് ജില്ലയിലുള്ള ഹാരിസ് എന്ന് പറയുന്ന ഒരു സഹോദരന് ഈ ഒരു അപകടത്തിൽപ്പെട്ട് ഗുരുതരമായിട്ട് പരിക്കിലായിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഹാരിസിൻ്റെ കൂടെ 8ഓളം വരുന്ന ആളുകൾക്ക് നല്ല രൂപത്തിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഹാരിസിൻ്റെ അവസ്ഥയാണ് ഗുരുതരമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സഹോദരന് എത്രയും പെട്ടെന്ന് അല്ലാഹു ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല ഒരു വാർത്ത ഈ ഒരു രൂപത്തിൽ ഒരു കുഴപ്പമില്ലാതെ കേസിലായി എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഷീബ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി ഹോത്ത ബനു തമീമിൽ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ വർഷങ്ങളോളം അവിടെ താമസിച്ച് വരികയാണ്. അവിടെ നിന്ന് പരിശുദ്ധ റമദാനായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഉംറ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും അവർ ഈ ഒരു യാത്രക്കൊരുങ്ങിയിട്ടുള്ളത്. മലയാളികൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ബസ്സിൽ ഇതര സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ വേറെയും ഉണ്ടായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. ആ ഒരു സമയത്തുള്ള അവരുടെ ആ ഒരു വേദനയും പ്രയാസവും വെപ്രാളവും എത്രത്തോളം ആയിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. സംഭവം നടന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും അതേപോലെ തന്നെ
ഫയർഫോഴ്സും മറ്റുള്ള ആളുകളോ രക്ഷാപ്രവർത്തകരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. പരിശുദ്ധ റമദാനില് ഒരുപാട് ആളുകൾ നല്ല രൂപത്തിൽ ഇബാദത്തുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയൂല ഏത് സമയത്താണ് നമ്മൾ മരണപ്പെടുക എന്ന്. മരണത്തിന്റെ മാലാഖ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെയൊക്കെ ധരിക്കുന്ന ചെരുപ്പിന്റെ ആ ഒരു വാറിനേക്കാൾ അടുത്തിട്ട് നമ്മുടെ മരണം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ്, ഏത് മൊമെന്റിലാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയൂല. ഏത് സാഹചര്യമാണ്, ഏത് സമയമാണ് എന്നൊന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയൂല. ആ ബസ്സിൽ കയറുന്നതിൻ്റെ മുമ്പ്, ആ ഒരു യാത്രക്ക്, ഈ ഒരു ഉംറ ഗ്രൂപ്പിന്റെ യാത്രക്ക് അമീറായിട്ട് കയറുന്നതിൻ്റെ മുമ്പ് ഇസ്മായിൽ നിസാമി എന്ന് പറയുന്ന ആ ഒരു സഹോദരനും ഷീബ എന്ന് പറയുന്ന ആ ഒരു സഹോദരിയും അവർ വിചാരിച്ചിട്ടുണ്ടാകുമോ ഇത് മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന്? ഇല്ലല്ലോ. എന്നാൽ ആ രണ്ട് വ്യക്തികളുടെ മരണവാർത്ത ആ കുടുംബം കേൾക്കുമ്പോൾ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു അവസ്ഥ എത്ര വേദനാജനകമായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതൊരു മനുഷ്യനും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ കൊതിച്ചു പോകുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഉംറ ചെയ്യണമെന്ന്. പക്ഷേ ആ സഹോദരങ്ങൾക്ക് ആ ഒരു യാത്ര അത് മുഴുകിപ്പിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ഈ ഒരു ന്യൂസിന്റെ കൂടെ തന്നെ ചേർത്ത് പറയാനുള്ളത്, എത്രയോ വ്ളോഗർമാരായിട്ടുള്ള ആളുകൾ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പല ആളുകളും നേരെ മദീനയിലും മക്കയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് റീൽസ് ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ വളരെയേറെ വിഷമം തോന്നിപ്പോവുകയാണ്. പല ആളുകൾക്കും കിട്ടാത്ത, അവരൊക്കെ കൊതിച്ച ഒരു സംഗതിയാണ് പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തും മദീനയിലുമൊക്കെ എത്തുക എന്നുള്ളത്. ഈ ഒരു സമയത്ത് പല ആളുകൾക്കും അപ്പോഴും അത് തമാശയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു റൗള ഷരീഫ് കാണുമ്പോൾ ഒരു മുഹിബ്ബായിട്ടുള്ള ഒരു മനുഷ്യന്, അതായത് അള്ളാഹിൻ്റെ റസൂലിന് അങ്ങേയറ്റം പ്രിയം വെക്കുന്ന മനുഷ്യന്മാര് അവരാനന്ദ കണ്ണീര് പൊഴിക്കും ആ ഒരു സമയത്ത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വളരെയേറെ വേദനയാണ് തോന്നിപ്പോകുന്നത്. കാരണം അവരുടെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് മക്കത്ത് പോകണം, മദീനത്ത് പോകണം, 4 ആളുകളെ കാണിക്കണം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് സെൽഫി എടുക്കുന്നു, റീൽ എടുക്കുന്നു എന്ന് വേണ്ട രൂപത്തിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ഇതുപോലെയുള്ള ആത്മാർത്ഥമായിട്ട് കൊതിച്ച് ആ ഒരു മണ്ണിലെത്താൻ കഴിയാതെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സഹോദരന്മാരെ കാണുമ്പോൾ അങ്ങേയറ്റം വേദനയാണ് തോന്നുന്നത്. അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പരിപൂർണ ശിഫ അല്ലാഹു നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെയുള്ള അപകടങ്ങളെ തൊട്ട് ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.